ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ഇറ്റ്സ് മീ ആനസുദ്ദീൻ സാർ. എല്ലാവർക്കും സ്വാഗതം. യെസ്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. നിങ്ങളുടെ മോഡൽ എക്സാം എന്ന് പറയും ഫൈനൽ എക്സാമിന് മുന്നോടിയായിട്ടുള്ള ഒരു എക്സാം ആണ് ഈ മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ. അപ്പൊ അതിനകത്തുള്ള ക്വസ്റ്റ്യൻസുകൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, എത്രയൊക്കെ മാർക്ക് കിട്ടിയെന്നൊക്കെ ഉള്ളൊരു ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്കിനി നിങ്ങൾ ഓർക്കുക, നമുക്കിനി ഏകദേശം ഇനി ഒരു 7 ഡേയ്സും കൂടെ ഉള്ളു പരീക്ഷയ്ക്ക്. കാരണം നമ്മൾ 26-ാം തീയതി എക്സാം ആണ്. കാരണം ഈ പറഞ്ഞ ഈ CS-കാർക്ക് പഠിക്കാൻ സമയമില്ലായിരുന്നു. കാരണം ഈ ഫിസിക്സിന്റെ പരീക്ഷ 6-ാം തീയതി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 7-ാം തീയതിയാണ് നമ്മുടെ എക്സാം വരുന്നത്. ഗ്യാപ്പ് ഇല്ല, 0 ഡേയ്സ് ആണുള്ളത് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെയാണെങ്കിൽ മോഡൽ എക്സാമിന് പഠിക്കാൻ ഇത്ര സമയമുണ്ട്. അയ്യോ സാർ, അത് മോഡൽ എക്സാം അല്ലേ, ഇതെന്താണ് ഇത് ഫൈനൽ എക്സാം അല്ലയോ? മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ തൊട്ട് 7 ഡേയ്സ് ഗ്യാപ്പ്, 7-8 ഡേയ്സ് ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഒരാഴ്ച ഗ്യാപ്പേ ഉള്ളു കേട്ടോ, ഒരാഴ്ച ഗ്യാപ്പേ ഉള്ളു. സോ പഠിക്കുക. ഓക്കെ, എനിക്ക് നമ്മൾ ഏകദേശം എല്ലാം പഠിച്ചു കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? യെസ്, ഇവിടെ ഒക്കെ ക്വസ്റ്റ്യൻസിലോട്ട് സാർ പോവുകയാണ്. ഇൻ C++, ഞാൻ സൂം ചെയ്യട്ടോ, ആദ്യത്തെ ക്വസ്റ്റ്യൻസ് മാത്രം ഇങ്ങനെ കിട്ടപ്പോൾ കേട്ടോ. ഇൻ C++, ഡാഷ് കീവേഡ് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ എ സ്ട്രക്ചർ. സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കീവേഡ് എന്താണ്? ഇറ്റ് ഈസ് സ്ട്രക്ട് കീവേഡ്. റൈറ്റ് എ നെയിം ഓഫ് ദി ആട്രിബ്യൂട്ട് ഇൻ ബിലോ മെൻഷൻഡ് HTML ടാഗ്. എന്താണ്? നമുക്ക് ഹൈപ്പർ ലിങ്കിന് ഉപയോഗിക്കുന്ന ടാഗ് എന്താണ്? എ ടാഗ് ആണ്. അവിടെ ഉപയോഗിക്കുന്ന മെയിൻ ആട്രിബ്യൂട്ട് ഈസ് href. വിച്ച് സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഫയൽ ഫ്രം ദ കമ്പ്യൂട്ടർ ടു വെബ് സെർവർ. നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് സെർവറിലോട്ടാണെങ്കിൽ ഫയൽസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണടാ? ഇറ്റ് ഈസ് FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ. FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ. ഓക്കെ, എന്താണ് അതിന് FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ എക്സാമ്പിൾസ്? സ്മാർട്ട് FTP, ക്യൂട്ട് FTP, ദെൻ പിന്നെ എന്താണ് ഫയൽസിലേക്ക് എക്സാമ്പിൾസ് കേട്ടോ, ഓർത്തിരിക്കുക. ദെൻ ഫ്രം ദ ഫോളോയിങ് ചൂസ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. DB അഥവാ നമ്മുടെ യൂസേഴ്സിൽ ഒരു വൺ ഓഫ് ദി ഫസ്റ്റ് യൂസർ ആണ് നമ്മൾ DB എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ DBയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ആണ് ഡിസൈൻ ഓഫ് കോൺസെപ്റ്റ് ആൻഡ് ഫിസിക്കൽ സ്കീമ. ഫിസിക്കൽ സ്കീമയും കോൺസെപ്റ്റ് സ്കീമയും ഡിസൈൻ ചെയ്യുക, അതൊരു ഡ്യൂട്ടിയാണ്. സെക്യൂരിറ്റി ആൻഡ് ഓതറൈസേഷൻ, അതൊരു ഡ്യൂട്ടിയാണ്. ഡേറ്റ അവൈലബിലിറ്റി ആൻഡ് റിക്കവറി ഫ്രം ഫെയിലിയേഴ്സ്, അതൊരു ഡ്യൂട്ടിയാണ്. അപ്പൊ ഓൾ ഓഫ് ദി എബോ എന്താ നമ്മളെ ഡ്യൂട്ടീസ് ആണ് അല്ലേ? അപ്പൊ ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബോ, ഓപ്ഷൻ ഡി കേട്ടോ. നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓപ്പറേറ്റർ മസ്റ്റ് ബി യൂസ്ഡ് ഇൻ SQL ടു കറക്റ്റ്ലി ടെസ്റ്റ് ഇഫ് എ കോളം കണ്ടെയ്ൻ നൾ വാല്യൂ. നൾ വാല്യൂ സെർച്ചിന് ഉപയോഗിക്കുന്ന കീവേഡ് ഏതാ മക്കളെ? ഇറ്റ് ഈസ് ഈസ്. നെക്സ്റ്റ് നോക്കാം. ദ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് അഥവാ ANN ട്രൈ ടു കോപ്പി ദ ഫംഗ്ഷൻ ഓഫ്. ANN മക്കളെ എന്തിന്റെ ഫംഗ്ഷനിങ് മക്കളെ കോപ്പി ചെയ്യുന്നത്? ഹ്യൂമൻ ബ്രെയിൻ അല്ലേ? ഹ്യൂമൻ ബ്രെയിൻ മറക്കല്ലേ, ഹ്യൂമൻ ബ്രെയിൻ. ഓക്കെ, യെസ്, ഇതാണ് ഫസ്റ്റ് 6 ക്വസ്റ്റ്യൻസ്. അതിലെങ്കിലും ഒരു 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി, ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. നെക്സ്റ്റ്, കൺസിഡർ ഫോളോയിങ് C++ സ്റ്റേറ്റ്മെന്റ് int *p new int 10. Write a C++ statement to assign a value 20 to the fourth array element. 4th array element ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, p of 3 is equal to 4th എന്ന് പറയാൻ ഇൻഡെക്സ് വാല്യൂ 3 വരുന്നത് കേട്ടോ. p of 3 is equal to 20. ഓക്കെ, നെക്സ്റ്റ്, അല്ലെങ്കിൽ സ്റ്റാർ ഓഫ് p plus 3 is equal to എന്താടാ? ഇറ്റ് ഈസ് 20. ഇങ്ങനെ കൊടുക്കാം കേട്ടോ, 2 രീതി കൊടുക്കാം. നെക്സ്റ്റ്, അഡ്വാൻറ്റേജ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ഊപ്പിന്റെ അഡ്വാൻറ്റേജ് 2 റൈറ്റ് ചെയ്യുക. ലിസ്റ്റ് 2 അഡ്വാൻറ്റേജ് കേട്ടോ. അഡ്വാൻറ്റേജ് ഓഫ് ഊപ്പ് ഏതൊക്കെയാണ് മക്കളെ പറയടാ? ലിസ്റ്റ് 2 അഡ്വാൻറ്റേജ് ഓഫ് ഊപ്പിന്റെ 2 അഡ്വാൻറ്റേജ്: റീയൂസബിലിറ്റി, ഡേറ്റ സെക്യൂരിറ്റി, ഈസി മെയിൻ്റെനൻസ്. ലിസ്റ്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞാൽ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നെക്സ്റ്റ് നോക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ഓപ്പറേഷൻസ് ഓഫ് സ്റ്റാക്ക് ഡേറ്റ സ്ട്രക്ചർ. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എൻഡ് പോയിന്റ് ഉള്ളൂ, ടോപ്പ് എൻഡ് മാത്രമേ ഉള്ളൂ. ആ ടോപ്പിൽ കൂടെ ആയിരിക്കും എലമെന്റ്സ് ഡിലീറ്റ് ചെയ്യാനും ആഡ് ചെയ്യാനും ഉപയോഗിക്കുന്നത്. ഇവിടെ 2 ഓപ്പറേഷൻസ് ആണ് ഈ പറഞ്ഞ സ്റ്റാക്കിനുള്ളത്: പുഷ് ഓപ്പറേഷനും പോപ്പ് ഓപ്പറേഷനും. പുഷ് എന്ന് പറയുന്ന എലമെന്റ്സിനെ ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് പുഷ് ഓപ്പറേഷൻ. പോപ്പ് എന്ന് പറയുന്ന എലമെന്റ്സ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, നമുക്ക് ടോപ്പ് മോസ്റ്റിന് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് പോപ്പ് എലമെന്റ്, പോപ്പ് ഓപ്പറേഷൻ. നെക്സ്റ്റ്, the following is a self-referential structure is used to form a design a data structure. ഓക്കെ, ഒരു സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സ്ട്രക്റ്റിനോട് ഇൻ ദിസ് ഡേറ്റ സ്റ്റോർഡ് സ്റ്റാർലിങ്ക്. അപ്പൊ ഇവിടെ ഒരു ഡേറ്റ സ്ട്രക്ചറിനെ കൊടുത്തേപ്പുണ്ട്. ഒരു ഡേറ്റ സ്ട്രക്ചറിൽ സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ് പോലത്തെ ഡേറ്റ സ്ട്രക്ചർ കൊടുത്തേപ്പുണ്ട്. ഏത് ഡേറ്റ സ്ട്രക്ചർ അതിനകത്തുള്ളത്?
ഇറ്റ് ഈസ് ലിങ്ക്ഡ് ലിസ്റ്റില്. കാരണം എന്താ മക്കളെ, കാരണം ഇത് സെയിം സ്ട്രക്ചറിനെ തന്നെ പോയിന്റ് ചെയ്യുന്നു. അഥവാ ഒരു നോഡിനകത്ത് ഡേറ്റ പാർട്ടിംഗ് ആണ്, ലിങ്ക് പാർട്ടിംഗ് ആണ്. അപ്പോഴേ ഉറപ്പിച്ചോണം ഏതാ മക്കളെ, ദാറ്റ് ഈസ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്ന കളക്ഷൻ ഓഫ് നോട്ട്സുകളാണ്. ഒരു നോഡിനകത്ത് ഡേറ്റ പാർട്ടും കാണും, ലിങ്ക് പാർട്ടും കാണും. ലിങ്ക് പാർട്ട് എന്ന് പറയുന്നതായിരിക്കട അടുത്ത നോഡോട്ട് പോയിന്റ് ചെയ്യുന്നു. അഥവാ ഒരു നോഡ് അടുത്ത നോഡ് പോയിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ് ആണ് മക്കളെ പ്രീവിയസ് നോഡിന്റെ അഡ്രസ് പാർട്ട് ഇടങ്ങിയിരിക്കുന്നത് കേട്ടോ, ഓർത്തിരിക്കുക. റൈറ്റ് ദ നെയിംസ് ഓഫ് ഡേറ്റ സ്ട്രക്ചർ വിത്ത് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ. എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്? ലിങ്ക്ഡ് ലിസ്റ്റ് എന്നാണ് ഇതിന്റെ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ പറയാം മക്കളെ. ഇതൊരു ലീനിയർ DS ആണ്. നമുക്ക് ഇതിന് നോട്ട്സിന്റെ ഒരു കളക്ഷൻ ആണ് ഈ പറഞ്ഞ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. നോട്ട്സിന്റെ ഒരു കളക്ഷൻ, ഒരു നീണ്ട നിര കളക്ഷൻ ആണ് ഈ പറഞ്ഞ DS എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താണ്, ഇതൊരു കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓരോ നോഡിനകത്തുന്ന ഡേറ്റ പാർട്ടിംഗ് ആണ്, ലിങ്ക് പാർട്ടിംഗ് ആണ് കേട്ടോ. അപ്പൊ ലിങ്ക് പാർട്ട് എന്നാൽ നെക്സ്റ്റ് നോഡോട്ട് പോയിന്റ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് വെക്കാം. റൈറ്റ് ഇൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡൈനാമിക് വെബ് പേജ്. ഡൈനാമിക് വെബ് പേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കേൾക്കാം മക്കളെ. ഒന്നാണ് ഇന്ററാക്ടിവിറ്റി. നമുക്ക് ദേ ക്യാൻ ചേഞ്ച് ദ കണ്ടന്റ് ബേസ്ഡ് ഓൺ യൂസർ ഇൻപുട്ട് ഓർ പ്രിഫറൻസ് ഉണ്ട്. കണ്ടന്റ് വേണമെങ്കിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് വെക്കാം, നമ്മുടെ കണ്ടന്റ് നമ്മളെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഒരിക്കലും കണ്ടന്റിലായിട്ട് ഫിക്സഡ് ആയിരിക്കത്തില്ല, റൺ ടൈമിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സർവർ സൈഡ് സ്ക്രിപ്റ്റ് പ്രോസസിംഗ്. നമ്മുടെ ഇവിടെ കണ്ടന്റ് ആണെങ്കിൽ എന്തായിരിക്കും നമ്മളെ റിയൽ ടൈം എന്താണ് കണ്ടന്റ് ജനറേറ്റ് ചെയ്യുന്ന റിയൽ ടൈമിലായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. ഇത് സർവർ സൈഡ് സ്ക്രിപ്റ്റ് ആണ്. PHP എന്താണ് ASP കൂട്ടാനാണെങ്കിൽ എന്താണ് ഇത് ബ്രൗസറിലോട്ട് ഇതിനെ സെൻഡ് ചെയ്യട്ടോ. ബ്രൗസറിൽ സെൻഡ് ചെയ്ത് മുന്നോട്ട് എന്ത് ചെയ്യും മക്കളെ, ഇതിനെ ഒരു സർവർ സൈഡ് സ്ക്രിപ്റ്റിനെ ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ സർവർ സൈഡ് പ്രോസസിംഗ് ഇന്ററാക്ടിവിറ്റി ആണ് ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് കേട്ടോ. വിച്ച് ടാഗ്സ് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് ഓഡിയോ ലിസ്റ്റ് ഇൻ HTML? OL ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. LA ടാഗ് ലിസ്റ്റ് ഓഫ് ഐറ്റംസിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്, ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അതിന്റെ മെയിൻ ആട്രിബ്യൂട്ട് ടൈപ്പ് ആട്രിബ്യൂട്ട് വാല്യൂസ് ഈസ് 1 A, ക്യാപിറ്റൽ A, സ്മോൾ I, ക്യാപിറ്റൽ I, ഇത്രയുള്ളല്ലോ. യെസ്, ഓക്കെ. പിന്നെ അതിന്റെ സ്റ്റാർട്ട് ആട്രിബ്യൂട്ട് ഉണ്ട്. ബിഗിനിങ് വാല്യൂനെ ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സ്റ്റാർട്ട് ആട്രിബ്യൂട്ട് അല്ലേ, ഓർത്തിരിക്കുക. റൈറ്റ് HTML കോഡ് ടു ഡിസ്പ്ലേ ദ ഫോളോയിങ് ഇൻ എ വെബ് പേജ്. എന്റർ യുവർ നെയിം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബോക്സ് ആണ് അല്ലേ. ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇൻപുട്ടിനകത്തുള്ള ഒരു ആട്രിബ്യൂട്ട്, ടൈപ്പ് ആട്രിബ്യൂട്ട്, അതിന്റെ വാല്യൂ, ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്ന വാല്യൂ എന്താ നമ്മളെ ടെക്സ്റ്റ് ആണ്. നെയിം ഇസിക്കൽ യൂസർ നെയിം കൊടുത്തോ, എന്തോ ആയിക്കോട്ടെ. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഡിഫറെന്റ് ഡേറ്റ ടൈപ്സ് യൂസ്ഡ് ഇൻ ജാവാസ്ക്രിപ്റ്റ്? ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്സ് നമുക്ക് അയക്കടാം. ഒന്നാണ് നമ്പർ, ഇന്റിജർ ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് റെപ്രസെന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് സ്ട്രിങ്, ടെക്സ്റ്റുവൽ ഡേറ്റ, അഥവാ നമ്മുടെ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെ ഡബിൾ കോട്ട്സ് എൻക്ലോസ് ചെയ്യുന്നു. നെക്സ്റ്റ് ബൂളിയൻ, ട്രൂ ഓർ ഫോൾസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബൂളിയൻ ടൈപ്പ് കേട്ടോ, ഓർത്തിരിക്കുക. നെക്സ്റ്റ് നോക്കാം. 2 JavaScript statements are mentioned below. Briefly explain about operators used in them. എന്താ മക്കളെ, C = A മോഡുലസ് B അല്ലേ. ഇതേതാ മോഡുലസ് ഓപ്പറേറ്റർ അല്ലേ. നമുക്ക് എന്താണ് രണ്ട് നമ്പേഴ്സിന്റെ റിമൈൻഡർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേഷൻ നമുക്ക് എന്ത് ഈ പറഞ്ഞ OM മോഡുലസ് B എന്നല്ലേ. നെക്സ്റ്റ് നോക്കാം. Z = കേരള പ്ലസ് 2026. അപ്പൊ ഇത് ജാവാസ്ക്രിപ്റ്റ് ആയതുകൊണ്ട് പ്ലസ് എന്നാണ് സ്ട്രിംഗ് അഡിഷൻ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നത്. സ്ട്രിംഗ് അഡിഷൻ ഓപ്പറേറ്റർ അഥവാ സ്ട്രിംഗ് കോൺകാറ്റനേഷൻ ഓപ്പറേറ്റർ രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ ജോയിൻ ചെയ്യിക്കാൻ ഉപയോഗിക്കുന്നതാണ് അല്ലേ. അപ്പൊ ഇവിടെ നിങ്ങൾ വിചാരിക്കും സാറേ ഇവിടെ ഡബിൾ കോട്ട്സ് ഇല്ലല്ലോ, ഇവിടെ ഡബിൾ കോട്ട്സ് കൊടുത്തേ പോയില്ലല്ലോ, അപ്പൊ ഇതെങ്ങനെ സ്ട്രിംഗ് ജോയിൻ ആവും? ഇവിടെ ഡബിൾ കോട്ട്സ് കൊടുക്കേണ്ട കാര്യമില്ല. ജാവാസ്ക്രിപ്റ്റ് സെക്കൻഡ് സ്ട്രിംഗിന് ഡബിൾ കോട്ട്സ് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഫസ്റ്റ് സ്ട്രിംഗിനുണ്ടല്ലോ മക്കളെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇതെന്താ മക്കളെ സ്ട്രിംഗ് ആയിക്കോളൂ കേട്ടോ, ഓട്ടോമാറ്റിക്കലി ഇത് സ്ട്രിംഗ് ആയിക്കോളും കേട്ടോ. അപ്പൊ കേരള 2021 പ്രിന്റ് ആയിട്ട് വന്നോളൂ കേട്ടോ, ഓർത്തിരിക്കാം. ഓക്കെ, യെസ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രൈമറി കീ ആൻഡ് കാൻഡിഡേറ്റ് കീ. കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് 1 or more മിനിമൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് ദാറ്റ് യൂണിക്കലി ഐഡന്റിഫൈ ഒരു റോയെ ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന മിനിമൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനെ എന്ത് വിളിക്കാം? കാൻഡിഡേറ്റ് കീ എന്ന് വിളിക്കാൻ പറ്റും അല്ലേ. നെക്സ്റ്റ് വെക്കാം. എന്താണ് പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി കാൻഡിഡേറ്റ് കീ ആണ്. ഒരു ടേബിളിനകത്തുള്ള വൺ ഓഫ് ദി കാൻഡിഡേറ്റിലുള്ള ഒരു ആട്രിബ്യൂട്ടിന് എന്ത് വിളിക്കാം? പ്രൈമറി കീ എന്ന് വിളിക്കില്ലേ, പ്രൈമറി കീ എന്ന് വിളിക്കാം. അപ്പൊ ഇതിനകത്ത് ഒരിക്കലും നൾ വാല്യൂ കാണത്തില്ല, നൾ വാല്യൂ ഒന്നും കാണത്തില്ല. പിന്നെ എന്താണ് ഡിഫറെന്റ് വാല്യൂസ് ആയിരിക്കും കീപ്പ് ചെയ്യുന്നുണ്ട്, ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എക്കോ ആൻഡ് പ്രിന്റ്. എക്കോ പ്രിന്റ് ഡിഫറൻസ് റൈറ്റ് ചെയ്യുക. എക്കോ എന്താ നമ്മൾ ഒന്നിൽ കൂടുതൽ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണെങ്കിൽ ഒരു സ്ട്രിംഗ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഒരു പാരാമീറ്റർ മാത്രമേ പറ്റുന്നുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല. ഇവിടെ എന്താണ് ട്രൂ ആണെങ്കിൽ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്, ഫോൾസ് ആണെങ്കിൽ 0 റിട്ടേൺ ചെയ്യില്ലേ. യെസ്.
ഓക്കെ, ഇത് സ്ലൈറ്റ്ലി ഫാസ്റ്റർ ദാൻ പ്രിന്റ് ആണ്, പ്രിന്റിനേക്കാളും ഫാസ്റ്റർ ആണ്. ഇതെന്താ മക്കളെ, പ്രിന്റിനേക്കാളും സ്ലോവർ ആട്ടോ, ഓർത്തിരിക്കുക. അപ്പൊ ഒരു 3 ഡിഫറൻസ് ഒക്കെ മതി, 2 മാർക്കല്ലേ, 3 ഡിഫറൻസ് മതി കേട്ടോ. ജസ്റ്റ് നോക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് 2 ടൈപ്സ് ഓഫ് ഇന്ററാക്ഷൻസ് ഇൻ ഇ ഗവർണൻസ്. G2C, G2G ഉണ്ട്, G2C ഉണ്ട്, G2B ഉണ്ട്, G2AE ഉണ്ട് അല്ലെ. യെസ്. അപ്പൊ ഗവൺമെന്റ് സിറ്റിസൺ ഇന്ററാക്ഷൻ എന്താ മക്കളെ, 2 ഗവൺമെന്റ് അഥവാ ഗവൺമെന്റും സിറ്റിസൺസ് അഥവാ നമ്മുടെ ഈ പിന്നെ ടാക്സ് പേ ചെയ്യുന്ന ആൾക്കാരാണ് സിറ്റിസൺസ് അല്ലേ. അപ്പൊ ടാക്സ് പേ ചെയ്യുന്ന ആൾക്കാരും അഥവാ നമ്മുടെ ഗവൺമെന്റ് നമ്മൾ ഇന്ററാക്ഷൻ നമുക്ക് എന്ത് ഈ പറഞ്ഞ ഗവൺമെന്റ് സിറ്റിസൺ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ G2G ഇന്ററാക്ഷൻ നമ്മളെ നമ്മുടെ ഈ പറഞ്ഞ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ എന്താണ് ഈ പറഞ്ഞ ഗവൺമെന്റ് ഏജൻസീസ് തമ്മിലാണ് കൈമാറുക. അതിനെന്ത് വിളിക്കാം, G2G ഇന്ററാക്ഷൻ ആണ്. G2G ഇന്ററാക്ഷൻ മറക്കല്ലേ, G2G ഇന്ററാക്ഷൻ. യെസ്. നെക്സ്റ്റ്, the three forms of inheritance are given below. Write the names of each forms. ഓക്കെ, ഇവിടെ വെക്കാം. ഫസ്റ്റ് ഇവിടെ വെക്കാം. ഈ ഒരു ഫിഗർ നോക്കടാ, ഒരു ബേസ് ക്ലാസും ഒരു ഡെറൈവ്ഡ് ക്ലാസും ഏതാണ് മക്കളെ, ഇറ്റ് ഈസ് സിംഗിൾ ഇൻഹെറിറ്റൻസ് അല്ലേ. ഒരു ബേസ് ക്ലാസ് മറ്റൊരു ക്ലാസിന്റെ ഡെറൈവ്ഡ് ക്ലാസ്, ദാറ്റ് ഈസ് കോൾഡ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ഡെറൈവ്ഡ് ക്ലാസ് ഉണ്ടാകുന്നു. ഒരു ബേസ് ക്ലാസ് ഒന്നിൽ കൂടുതൽ ഡെറൈവ്ഡ് ക്ലാസ് ഉണ്ടെന്ന്, ദാറ്റ് ഈസ് കോൾഡ് ഹയറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. തിരിഞ്ഞു പോലെ മൾട്ടിപ്പിളും ഹയറാർക്കിക്കലും തിരിഞ്ഞു പോലെ. ഹയറാർക്കിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ഡെറൈവ്ഡ് ക്ലാസ് ഉണ്ടാകുന്നു. മൾട്ടിപ്പിൾ എന്താണ്, ഒന്നിൽ കൂടുതൽ ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു ഡെറൈവ്ഡ് ക്ലാസ് ഉണ്ടാകുന്ന എന്ത്, മൾട്ടിപ്പിൾ കേട്ടോ, മറക്കല്ലേ. ആ തിരിഞ്ഞു പോലെ കേട്ടോ, തിരിഞ്ഞു പോകുമ്പോൾ പലർക്കും തിരിഞ്ഞു പോകാറുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ കൊടുത്തേപ്പുണ്ട്, ഓരോന്ന് കൊടുത്തേപ്പുണ്ട്. നെക്സ്റ്റ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് ക്യൂ ഡേറ്റ സ്ട്രക്ചർ ആൻഡ് ഓപ്പറേഷൻസ് ഓൺ ഇറ്റ്. ക്യൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു പ്രിൻസിപ്പൾ ഫോളോ ചെയ്യുന്നതാണ്. 2 എൻഡ് പോയിന്റ്സ് ഉണ്ട്, റിയർ എൻഡ് ഉണ്ട്. എലമെന്റ്സിനെ ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മൾ എന്ത്, റിയർ എൻഡ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, ഫ്രണ്ട് എൻഡ് നമ്മളെ എലമെന്റ്സ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മൾ ഫ്രണ്ട് എൻഡ്, മറക്കല്ലേ. എലമെന്റ്സ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ജസ്റ്റ് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, റൈറ്റ് ഇൻ 3 ടെക്സ്റ്റ് ഫോർമാറ്റ് ടാഗ്സ് ഇൻ HTML. ബി ടാഗ് ടെക്സ്റ്റ് ബോൾഡ് ആക്കാൻ ഉപയോഗിക്കുന്നു, ഇറ്റാലിക്സ് ആക്കാൻ ഉപയോഗിക്കുന്ന ഐ ടാഗ്, യു ടാഗ് അണ്ടർലൈൻ കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ് യു ടാഗ്, മറക്കല്ലേ. അണ്ടർലൈൻ കൊടുക്കാൻ ഉപയോഗിക്കുന്ന യു ടാഗ്. ക്ലിയർ? യെസ്. ഓക്കെ, അതുപോലെ സബ് ടാഗ്, സൂപ്പ് ടാഗ് ഉണ്ട്. പിന്നെ എന്താണ് EM ടാഗ് ഉണ്ട്. പിന്നെ ആണെങ്കിൽ ബിഗ് ടാഗ് ഉണ്ട്, സ്മോൾ ടാഗ് ഉണ്ട്. അതൊക്കെ ഏത് റൈറ്റ്, ഇവിടെ 3 എണ്ണമായി പറഞ്ഞിട്ടുള്ളൂ, അത് റൈറ്റ് കേട്ടോ. നെക്സ്റ്റ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് ടാഗ്സ് യൂസ് ടു ക്രിയേറ്റ് ഇൻ HTML. ടേബിൾ ടാഗ് യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ടിലും എൻഡിലും യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഒരു റോ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന TR ടാഗ്, ഹെഡർ സെൽ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന TH ടാഗ്, സ്റ്റാൻഡേർഡ് ഡേറ്റ സെൽ കൊടുക്കാൻ ഉപയോഗിക്കുന്ന TD ടാഗ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ദ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് യൂസ്ഡ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. റൈറ്റ് ആൻഡ് എക്സാമ്പിൾ ഫോർ എനി. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് മക്കളെ ഫോർ ഉണ്ട്, വൈലുണ്ട് അല്ലേ. ഫോറും വൈലും നമുക്ക് പഠിക്കാനുള്ള, ഫോറും വൈലുമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുക. ഫോർ എക്സാമ്പിൾ, ഫോർ ലൂപ്പിന് പറഞ്ഞാൽ ഫോർ ലെറ്റ് I is equal to 0, I less than 5, I++. കൺസോൾ ഡോട്ട് ലോഗ് എന്ന മീനിങ് നമ്മളെ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റിന് ഐക്ക് പകരം യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അത് കേട്ടോ, ഓർത്തിരിക്കുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുക്കുക കേട്ടോ. ഒന്നെങ്കിൽ ഇതിന് പകരം ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് കൊടുത്താലും മതി. നെക്സ്റ്റ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോസ്റ്റിംഗ്. ഷെയർഡ് ഹോസ്റ്റിംഗ് ഉണ്ട്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ഉണ്ട്, VPS ഉണ്ട്. ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഡിഫറെന്റ് വെബ്സൈറ്റ്സിനെ ആണെങ്കിൽ ഒരു സിംഗിൾ സെർവർ സ്റ്റോർ ചെയ്യുക. ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു സെർവറിനകത്ത് ഒരു വെബ്സൈറ്റ് മാത്രം സ്റ്റോർ ചെയ്യുക. VPS എന്ന് പറയുന്ന സെർവറിനെ ആണെങ്കിൽ ഡിഫറെന്റ് സർവീസുകളായിട്ട് പാർട്ടീഷൻ ചെയ്യുക. ഓക്കെ, ഓരോ സർവീസുകളും എന്താണ് ഡെഡിക്കേറ്റഡ് സെർവർ സിമിലർ ആയിരിക്കും, ഓർത്തിരിക്കുക. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ഡേറ്റ ടൈപ്സ് യൂസ്ഡ് ഇൻ SQL. ഇൻഡോർ ഇൻഡിജർ ഉണ്ട്. ഇൻഡോർ ഇൻഡിജർ എന്ന് പറഞ്ഞാൽ മക്കളെ ഈ പറഞ്ഞ നമുക്ക് ഈ എന്താണ് ഇൻഡിജർ പാർട്ടുള്ള നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇൻഡോർ ഇൻഡിജർ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, ഡെസിമൽ എന്താ മക്കളെ, ഡെസിമൽ പോയിന്റ് നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ക്യാർ ഓർ വാർക്കർ നമ്മളെ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് സ്ട്രിങ്ങിനൊക്കെ. ക്യാർ എന്ന് പറയുന്നത് ഫിക്സൽ ലെങ്ത് ക്യാരക്ടർ ഡേറ്റ ടൈപ്പ് നമ്മൾ എന്ത് ക്യാർ എന്ന് പറഞ്ഞാൽ. വാർക്കർ നമ്മളെ വേരിയബിൾ ലെങ്ത് സ്ട്രിങ് ആട്ടോ, ഇങ്ങനെ സൈസ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ്, ഡേറ്റ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഡേറ്റ്, ടൈം റെപ്രസെന്റ് ചെയ്യുമ്പോൾ ടൈം കേട്ടോ, ഓരോ ടൈം കേട്ടോ. ഡേറ്റിന്റെ ഡിഫോൾട്ട് ഫോർമാറ്റ് എങ്ങനെയാണ് അതൊന്ന് നോക്കി വെച്ചേക്കട്ടെ. ഡിഫോൾട്ട് ഫോർമാറ്റ് ഇൻ SQL ഏതാ മക്കളെ? ഇയർ,
മന്ത് ഡേറ്റ് കേട്ടോ, അല്ലാതെ ഡേറ്റ് മന്ത് ഇയർ അല്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കൺസിഡർ ടേബിൾ സ്റ്റുഡന്റ് ഇൻ SQL. നെക്സ്റ്റ് 26ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. സ്റ്റുഡന്റ് ഇൻ SQL ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡന്റ്, ഒരു ടേബിൾ സ്റ്റുഡന്റ് ക്രിയേറ്റ് ചെയ്യുക. എന്താണ് ക്രിയേറ്റ് ടേബിൾ നെയിം സ്റ്റുഡന്റ് കൊടുത്തു. എന്താണ് ഇതിന്റെ ഫീൽഡുകളൊക്കെ നമ്മളെ CL നമ്പർ, നെയിം, ഡിവ്, DOB അല്ലേ. CL നമ്പർ ഇൻഡിജർ ആണ് ടൈപ്പിൽ, അപ്പോൾ CL നമ്പർ ഇൻഡ് കൊടുത്തു. നെക്സ്റ്റ് നെയിം വാർക്കർ ഓഫ് 20 കൊടുത്തു. ഡിവ് എന്ന് പറയുമ്പോൾ എന്താ നമ്മളെ ചെറിയ സിംഗിൾ ക്യാരക്ടർ ആണ്, സിംഗിൾ ക്യാരക്ടർ നമ്മൾ ക്യാർ കൊടുത്തു അല്ലേ, ക്യാർ 1 സൈസ് കൊടുത്തു. DOB എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് ആണല്ലേ, അപ്പൊ ഡേറ്റ് ആണ്, ഡേറ്റ് ആകുമ്പോൾ നമ്മളെ ഡേറ്റ് ആകുമ്പോൾ ഡേറ്റ് ടൈപ്പ് കൊടുത്തു അല്ലേ. ഓക്കെ ക്ലിയർ. നെക്സ്റ്റ് ലിസ്റ്റ് ദ ടേബിൾ ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് CL നമ്പർ അസെൻഡിങ് ഓർഡറിന്റെ ബേസിൽ നമ്മളെ ലിസ്റ്റ് ചെയ്യുക. അപ്പൊ എന്താണ് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് ഓർഡർ ബൈ CL നമ്പർ അല്ലേ. നെക്സ്റ്റ് നോക്കാം ചേഞ്ച് ദ DOB ചേഞ്ച് ചെയ്യുക. അതായത് CL നമ്പർ 45 എന്താ നമ്മളെ ഈ പറഞ്ഞ 45 ഇതാണ്, ഈ പറഞ്ഞ CL നമ്പർ 45ന്റെ DOB എന്താണ് എന്താക്കുക 23/9/2010 ആക്കട്ടോ. CL നമ്പർ 45ന്റെ അപ്പൊ എന്താണ് അപ്ഡേറ്റ് സ്റ്റുഡന്റ് സെറ്റ് DOB 2010/9/23 വേർ ആരുടെ CL നമ്പർ 45 കേട്ടോ. ഓക്കെ സെറ്റ് അല്ലേ. നെക്സ്റ്റ് ഷോർട്ട് നോട്ട് ഓൺ എനി 2 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇൻ PHP. ഏതൊക്കെ ആൻഡ് ഉണ്ട്, മറ്റേ C++ കൂട്ടിയാണ് ആൻഡ് ഉണ്ട്. എല്ലാം ട്രൂ ആണെങ്കിൽ റിസൾട്ട് ട്രൂ ആകത്തുള്ളൂ. ഓർ ആണെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണ് റിസൾട്ട് ട്രൂ ആവും. നെക്സ്റ്റ് വാട്ട് ഈസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, എക്സ്പ്ലെയിൻ ഇൻ 2 സർവീസ് മോഡൽസ് കേട്ടോ. നമ്മുടെ എന്താണ് ഈ പറഞ്ഞ കമ്പ്യൂട്ടിംഗ് സർവീസ് ഒക്കെ ആണെങ്കിൽ ഡെലിവറി ചെയ്യുന്ന ഇന്റർനെറ്റ് വഴി ഡെലിവറി ചെയ്യുന്ന ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ 2 സർവീസ് നമുക്ക് എക്സാമ്പിൾ പറയുന്നത് സാസ് ഉണ്ട്. സാസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ സർവീസ് നമുക്ക് എന്താണ് ഈ റെഡി ടു യൂസ് സോഫ്റ്റ്വെയർ ആപ്സുകളൊക്കെ എന്താണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന നമുക്ക് സോഫ്റ്റ്വെയർ സർവീസ് എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം സർവീസ്. സാസ് എന്ന് പറയുന്നത് നമ്മളെ സാസ് എന്ന് പറയുമ്പോൾ പ്ലാറ്റ്ഫോംസ് നമുക്ക് എന്താണ് ഈ പറഞ്ഞ ആപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള പല പ്ലാറ്റ്ഫോംസുകൾ ഡെവലപ്പേഴ്സിന് കൊടുക്കുന്ന നമുക്ക് പാസ് എന്ന് പറഞ്ഞിട്ട് ഓർത്തിരിക്കുക. പിന്നെ എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് ഉണ്ട്, IaaS ഉണ്ട്. പല ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പല എക്സ്റ്റേണൽ ഹാർഡ് ഡിവൈസുകളൊക്കെ എന്താണ് നമുക്ക് ലഭ്യമാകുന്ന ഒരു സർവീസ് നമ്മൾ IaaS എന്ന് പറയാം, മറക്കല്ലേ. യെസ് നെക്സ്റ്റ് നോക്കാം ലിസ്റ്റ് 3 അഡ്വാൻറ്റേജസ് ഓഫ് ലേണിംഗ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ടൈമിംഗ്, ആക്സസിബിലിറ്റി ഫ്രം എനിവെയർ, സെൽഫ് പ്ലേസ്ഡ് ലേണിംഗ്. 3 പോയിന്റ്സ് ഇവിടെ കൊടുത്തേക്കട്ടോ. പോയിന്റ്സ് മാത്രം മതി. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പോയിന്റ്സ് മാത്രം മതി, കൂടുതലൊന്നും വരും കേട്ടോ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്ട്രക്ചർ ആൻഡ് അറേ. വാട്ട് ആർ ദി റീസൺസ് ഓഫ് മെമ്മറിയിലേക്ക്. അറേ എന്ന് പറയുമ്പോൾ എന്താണ് സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ എലമെന്റ്സ് ആണ്, കളക്ഷൻ ആണ്. സ്ട്രക്ചർ നമ്മളെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡേറ്റ എലമെന്റ് കളക്ഷൻ അല്ലേ. പിന്നെ അറേ പറയാം, അറേ എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് ആണ്. സ്ട്രക്ചർ നമ്മളെ യൂസർ ഡിഫൈൻഡ് ആണ് അല്ലേ, യൂസർ ഡിഫൈൻഡ് ആണ്. പിന്നെ എന്താണ് അറേ എന്താണ് നമ്മൾ അറേ എന്ന് പറഞ്ഞാൽ റെഫർ ചെയ്യുന്ന കറസ്പോണ്ട് സബ്സ്ക്രിപ്റ്റീവ് വാല്യൂ വെച്ചിട്ടായിരിക്കും. സ്ട്രക്ചർ ആണ് ഈ ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ടായിരിക്കും. ഓക്കെ യെസ്, ആ ഒരു ഡിഫറൻസ് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെമ്മറി ലീക്ക് എന്താണ് മെമ്മറി ലീക്ക് എന്ന് പറയും. മെമ്മറി ലീക്ക് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും ഡിലീറ്റ് നമ്മൾ ഈ പറഞ്ഞ ന്യൂ ഓപ്പറേറ്റർ വെച്ച് അലോക്കേറ്റ് ആക്കി വെച്ചതിനെയാണെങ്കിൽ ഡിലീറ്റ് ഓപ്പറേറ്റർ വെച്ച് ഡിലീറ്റ് ചെയ്യാൻ മറന്നു പോകുന്നു, ഫോർഗെറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്താ നമ്മൾ ഈ പ്രോഗ്രാം ഡ്യൂ ടു പ്യുവർ ലോജിക് ഓഫ് ദി പ്രോഗ്രാം, നമ്മുടെ പ്രോഗ്രാം ലോജിക്കിന്റെ പ്യുവർ ലോജിക്ക് കാരണം നമ്മളെ ഈ പറഞ്ഞ ഡിലീറ്റ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യാതെ വരുന്നുണ്ടാകാം, അതും ഒരു റീസൺ ആട്ടോ. പിന്നെ ഓൾറെഡി എന്താണ് പോയിന്റ് ചെയ്തേക്കുന്ന അലോക്കേറ്റ് ഒബ്ജക്റ്റിലോട്ടാണെങ്കിൽ വീണ്ടും അഡ്രസ് റിട്ടേൺ ചെയ്യുന്നത് നമ്മളെ എന്താ ഇവിടെ ഈ പറഞ്ഞ മെമ്മറിയിലേക്ക് ഉണ്ടാവും കേട്ടോ, ഓർത്തിരിക്കുക. നെക്സ്റ്റ് നോക്കാം റൈറ്റ് HTML കോഡ് ടു ഡെവലപ്പ് ആൻഡ് വെബ് പേജ് വിത്ത് കണ്ടെയ്ൻസ് ഫോളോയിങ് കാറ്റഗറീസ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് ആയിരിക്കണം, സ്ക്രോളിംഗ് ടെക്സ്റ്റ് കേരള ഗോഡ്സ് ഓൺ കൺട്രി ആയിരിക്കണം, യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, ഇൻസെർട്ട് ആൻഡ് എന്താണ് ഇമേജ് A.BMB, ഡിസ്പ്ലേ H2SO4 താഴെ ഇങ്ങനെ. യെസ് എങ്ങനെയൊക്കെ ബോഡി പേജ് കളേഴ്സ് HTML ഹെഡ് ടൈറ്റിൽ എല്ലാം കൊടുക്കാം. ബോഡി പേജ് കളേഴ്സ് റെഡ് കൊടുത്തു, മാർക്ക് യു പേജ് കളേഴ്സ് യെല്ലോ, കേരള ഗോഡ്സ് ഓൺ കൺട്രി മാർക്ക് ടാഗ് ക്ലോസ് ചെയ്തു, IMG SR A.BMB, നെക്സ്റ്റ് H2SO4 അല്ലെ, H2SO4 H സബ് ടാഗ് ഓപ്പൺ ചെയ്തു, 2 കൊടുത്ത് SO സബ് ടാഗ് ഓപ്പൺ ചെയ്ത് 4 കൊടുത്തു, സബ് ടാഗ് ക്ലോസ് ചെയ്ത് ബോഡി ക്ലോസ് കേട്ടോ. ഓക്കെ 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 നെക്സ്റ്റ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് ഇൻ 3 അഡ്വാൻറ്റേജസ് ഓഫ് DBMS. DBMSന്റെ അഡ്വാൻറ്റേജസ് നമുക്ക് കൺട്രോൾ ഡാറ്റ റിഡൻഡൻസി, എഫിഷ്യന്റ് ഡാറ്റ ആക്സസ്, ഡാറ്റ കൺസിസ്റ്റൻസി. കൺട്രോൾ ഡാറ്റ റിഡൻഡൻസി നമ്മുടെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ വിളിക്കുന്ന പേരാണ് കൺട്രോൾ ഡാറ്റ റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ വിളിക്കുന്ന പേരാണ് ഡാറ്റ റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ ആ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡാറ്റ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഡിഫറെന്റ് ഫയൽസിൽ സെയിം ഡാറ്റയ്ക്ക് സെയിം വാല്യൂ കീപ്പ് ചെയ്യുന്നുണ്ട്.
നെക്സ്റ്റ് എഫിഷ്യന്റ് ഡാറ്റ ആക്സസ് നമ്മൾ വെറൈറ്റി ഓഫ് ടെക്നിക്സുകളാണെങ്കിൽ ഡാറ്റാബേസിനെ യൂസ് ചെയ്യാനും റിട്രീവ് ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡാറ്റ സെക്യൂരിറ്റി, അൺഓതറൈസ്ഡ് ആക്സസ്, അൺഓതറൈസ്ഡ് ഡിസ്ട്രാക്ഷൻസ് എന്നൊക്കെയാണെങ്കിൽ ഡാറ്റാബേസിൽ ഡാറ്റാസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് ഇന്റർസെക്ഷൻ ഓപ്പറേറ്റേഴ്സ് ഇൻ RDBMS. യൂണിയൻ എന്ന് പറയുന്ന രണ്ട് ടേബിൾസിന് തമ്മിൽ കമ്പൈൻ ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നു. ഈ പറഞ്ഞ നമ്മുടെ ഇന്റർസെക്ഷൻ ഈ പറഞ്ഞ റിട്ടേൺ ഓൺലി ഓൺ ദി റോസ് കോമൺ ബോത്ത് ടേബിൾസ്, രണ്ട് ടേബിൾസ് ചെയ്യുന്നതാണെങ്കിൽ കോമൺ വാല്യൂസിനെ മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കുന്നു. അതിനെന്ത് വിളിക്കാം? ഇന്റർസെക്ഷൻ വിളിക്കാം. അല്ലേ? ഇന്റർസെക്ഷൻ വിളിക്കാം. ക്ലിയർ? ഓക്കെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് മോഡൽ എക്സാമിന് വന്നിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, ഇങ്ങനെയൊക്കെ ഈ ഒരു ആൻസർ പാറ്റേൺ റൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ രീതിയിൽ തന്നെ പഠിച്ചു പോവുക. പല പല കണ്ടന്റ് വീഡിയോസും മാരത്തോൺ വരുന്നുണ്ട്. നമുക്ക് 3-ാം തീയതി മെഗാ മാരത്തോൺ വരുന്നുണ്ട്. 3-ാം തീയതി ആരും മിസ്സാക്കല്, ലൈവുകൾ മിസ്സാക്കല്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേസ്. ബൈ ബൈ.